ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സില് വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രം ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? മൂത്തവരുടെ വാക്ക് ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. ആ ചൊല്ലോർമ്മ വരികയാണ്. ചെറിയ മക്കളോട് നമ്മൾ പറയും അവിടത്തേക്ക് പോകാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം അത് അപകടം വരുത്തി വെക്കുന്ന സാധനമാണ്, വസ്തുവാണെന്നൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് മൂത്തവരുടെ വാക്ക് ആദ്യം കൈക്കും. ഇരാത് പിടിക്കുന്നൊക്കെ തോന്നും, പിന്നെ മധുരിക്കും. പിന്നെ നമ്മളെന്ന് പറയും അന്ന് അവർ പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ട് എനിക്ക് റാഹത്തായി എന്നൊക്കെ. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون എന്നിങ്ങനെ പറയും. നമ്മൾ മരിക്കൂലേടാ, ആ മരിക്കുന്ന സമയത്തെ എത്ര സത്യമാണ് എന്നിങ്ങനെ നമ്മൾ പറയും. അപ്പം നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തട്ടം ധരിച്ചാൽ എന്തേ, തട്ടം ധരിച്ചില്ലെങ്കിൽ എന്തേ, വസ്ത്രം എങ്ങനെ ധരിച്ചാലും അല്ലാഹു തആലക്ക് ഒന്നും വരാനൊന്നുമില്ല. അല്ലാഹു തആലയുടെ പവർ കുറയാനോ അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ പവർ കൂടാനോ അവിടെ അങ്ങനത്തെ ഒരു സീനേ ഇല്ല. അല്ലാഹു തആല പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നേട്ടം. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാത്തിലുമുണ്ട്. ഏതൊന്ന് എടുത്തു നോക്കിയാലും അതിലൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത് പാലിച്ചാൽ അത് കിട്ടും, ഇത് പാലിച്ചില്ലെങ്കിൽ അവിടത്തേക്ക് പോകാൻ കഴിയൂല. ഇങ്ങനെയൊക്കെ എവിടെ നമ്മൾ പോകുന്നുവോ അവിടെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളുണ്ട്. അത് പാലിക്കാം, പാലിക്കാതിരിക്കാം. 2021 മുതൽ 2026 വരെയുള്ള കണക്കെടുത്തു നോക്കിയാൽ ഏകദേശം 3 ലക്ഷം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളെ കാണാതായിട്ടുണ്ട്. ഏകദേശം 2.5-3 ലക്ഷത്തോളം. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്താവട്ടെ മറ്റുള്ള രാജ്യത്താവട്ടെ പല നിയമങ്ങളും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ പാലിച്ചാൽ എന്ത്, പാലിച്ചിട്ടില്ലെങ്കിൽ എന്ത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതിനർത്ഥം ആ റൂളൊക്കെ ഒഴിവാക്കണം എന്നാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകം പടച്ചത്, മുഴുവനായും പടച്ചത് അല്ലാഹു തആല തന്നെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ. അപ്പോൾ അള്ളയാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മറക്കാം, മറക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച റൂൾസ് അനുസരിച്ച് ജീവിച്ചവർക്ക് അല്ലാഹു തആല സന്തോഷം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് നടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.